ഇന്നത്തെ ശ്രമം അവസാനിപ്പിച്ച് ഈ ദൗത്യസംഘം മടങ്ങുന്നതാണോ ഈ ദൃശ്യങ്ങൾ? എന്താണ്? അതുതന്നെയാണ് മയക്കുവെടി വെക്കാൻ പോയ സംഘം വനത്തിനുള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ്. അതായത് മയക്കുവെടി വെക്കാൻ സാധിച്ചില്ല. അങ്ങനെ വെറ്ററിനറി സർജൻ അടക്കമുള്ള സംഘം വനത്തിനുള്ളിൽ നിന്നും പുറത്തേക്ക് വരികയാണ്. ആ ദൗത്യം ആദ്യഘട്ടത്തിൽ ദൗത്യം പരാജയപ്പെട്ടു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതായത് മയക്കുവെടി വെക്കാൻ പോയ സംഘം വനത്തിനുള്ളിൽ നിന്നും തിരികെ മടങ്ങി വരികയാണ്. ആനയെ മയക്കുവെടി വെക്കാൻ സാധിച്ചില്ല. വലിയ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഈ ദൗത്യത്തിനായി ഈ സംഘം, ഇത്രയേറെ വലിയ സംഘം, അതായത് വെറ്ററിനറി സർജന്മാർ, വനം വകുപ്പിൻ്റെ മറ്റുദ്യോഗസ്ഥർ, RRT സംഘം തുടങ്ങിയ വലിയൊരു ഉദ്യോഗസ്ഥരുടെ നിര തന്നെയാണ് കാട്ടിനുള്ളിൽ പോയി ഇപ്പോൾ തിരികെ മടങ്ങി വരുന്നത്. അവരുടെ ആദ്യഘട്ടം പാളി എന്ന് വേണം പറയാൻ. അതായത് ആനയെ മയക്കുവെടി വെച്ച് പിടികൂടാൻ സാധിച്ചില്ല. അതുകൊണ്ട് ദൗത്യം ഏതായാലും അടുത്ത ദിവസത്തേക്ക് നീളും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിലും ഇന്നത്തെ ദിവസത്തെ ദൗത്യം അത് പൂർത്തീകരിക്കാനാവാതെ വനത്തിനുള്ളിൽ പോയ വനം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ അവർ തിരികെ കാട്ടിനുള്ളിൽ നിന്നും മടങ്ങി വരികയാണ്. വെറ്ററിനറി സർജൻമാർ അടങ്ങുന്ന സംഘമാണ്. അവർ ഈ മയക്കുവെടി വയ്ക്കാനുള്ള സന്നാഹങ്ങളുമൊക്കെയായാണ് വനത്തിനുള്ളിലേക്ക് കയറിപ്പോയത്. പക്ഷേ അവർക്കത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. വലിയ രീതിയിൽ, അതായത് വെറ്ററിനറി സർജൻ അടക്കമുള്ള സംഘം, ഉന്നത ഉദ്യോഗസ്ഥരുടെ സംഘമാണ് വനത്തിനുള്ളിലേക്ക്, അതായത് ആന നിന്നിരുന്ന ബാവലി മലയ്ക്ക് സമീപത്തെ ഈ പ്രദേശത്തേക്ക് അവർ കുങ്കിയ ആനകളെ ആദ്യം എത്തിച്ചിരുന്നു. പിന്നീട് വനം വകുപ്പിൻ്റെ മറ്റുദ്യോഗസ്ഥർ എത്തി. ഏറ്റവും ഒടുവിലാണ് വെറ്ററിനറി സർജൻ അടങ്ങിയ സംഘം വനത്തിനുള്ളിലേക്ക് എത്തിയത്. പക്ഷേ അവർക്ക് അത് പൂർത്തീകരിക്കാനാവാതെ കാട്ടിൽ നിന്നും വനത്തിനുള്ളിൽ നിന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തിരികെ കാടിറങ്ങി വരുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഏതായാലും വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. ആനയെ മയക്കുവെടി വെക്കാൻ കഴിഞ്ഞില്ല. അത് മറ്റൊരു ദേശത്തേക്ക്, അതായത് നേരത്തെ ഉണ്ടായിരുന്ന ആ സ്ഥലത്ത് നിന്നും മറ്റൊരു ഇടത്തേക്ക് പോവുകയാണ് ചെയ്തത്. അതായത് ഒരേ സ്ഥലത്ത് മയക്കുവെടി വെക്കണമെങ്കിൽ എല്ലാ സാഹചര്യങ്ങളും കൂടെ പരിശോധിച്ച ശേഷം മാത്രമാണ് മയക്കുവെടി വെക്കുക, അത് സാധിക്കുക. പക്ഷേ അതിന് കഴിഞ്ഞില്ല. അങ്ങനെ വനത്തിനുള്ളിൽ പോയ ഈ വെറ്ററിനറി സർജന്മാരടങ്ങിയ സംഘം അവർ തിരികെ മടങ്ങി വരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അങ്ങനെ ഇന്നത്തെ ദൗത്യം അവർക്ക് വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് വരും ദിവസങ്ങളിലും ഈ ദൗത്യം നീളുമെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതായത് വലിയ പ്രതീക്ഷയോട് കൂടി തന്നെയായിരുന്നു. അതായത് ഇന്നലെ വെടിവെക്കാൻ കഴിഞ്ഞില്ല, ഇന്ന് മയക്കുവെടി വെച്ച് പിടികൂടാൻ കഴിയും എന്ന വലിയ പ്രതീക്ഷ അവർ പങ്കുവച്ചിരുന്നു. പക്ഷേ മയക്കുവെടി വെക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ നിരാശയോടെ ആ സംഘം, വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സംഘം തിരികെ കാടിറങ്ങി നാട്ടിലേക്ക് വരുന്ന കാഴ്ച തന്നെയാണ്. പ്രത്യേകിച്ചും ആനയെ നിന്നിരുന്ന ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറിയതാണ് പ്രധാനമായും വെല്ലുവിളിയായി മാറിയത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആന ഒരേ സ്ഥലത്ത് നിന്നിരുന്നെങ്കിൽ തീർച്ചയായിരുന്നു അവർക്ക് അത് ഈ മയക്കുവെടി വെച്ച് പിടികൂടാൻ കഴിയുമായിരുന്നു. പക്ഷേ ആന പലയിടങ്ങളിലേക്കായി മാറിപ്പോയ പശ്ചാത്തലത്തിലാണ്